രാത്രി 1 മണിയോടെ മേശപ്പുറത്തെ വളകൾ തൂക്കിയിട്ട സ്റ്റാൻഡ് ആകെ ഒന്ന് കുലുങ്ങി. പിന്നെ വാതിലുകൾ കൂട്ടിയിടിച്ചു. അതൊരു മുന്നറിയിപ്പായിരുന്നു. മലമുകളിൽ സ്കൂൾ റോഡിലെ കൃഷ്ണ നിവാസിൽ സുജാതയ്ക്ക് അപകടം മണത്തു. എവിടെയോ പൊട്ടിയിട്ടുണ്ട്, എല്ലാവരെയും അറിയിക്കണം. ഭർത്താവ് മഹേഷ് അണ്ണനോട് സുജാത പറഞ്ഞു തീരും മുമ്പ് വൻ ശബ്ദം കേട്ടു. ഫോണിൽ കിട്ടുന്നവരെ മുഴുവൻ വിളിച്ചു പറഞ്ഞു. പെട്ടെന്ന് 2 പേർ ദേഹമാസകലം ചെളിയിൽ കുളിച്ച് വീട്ടിലേക്ക് കയറി വന്നു. പൊട്ടിയൊലിച്ചു വന്ന മലവെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നവരായിരുന്നു അവർ. വെള്ളമൊഴിച്ച് അവരെ വൃത്തിയാക്കി. തൊട്ടുതാഴെ ജീപ്പിനടിയിൽ 2 കുട്ടികൾ പെട്ടുപോയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. പക്ഷേ ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല. പിന്നെ സുജാതയ്ക്ക് ഒന്നും നോക്കാനുണ്ടായിരുന്നില്ല. കാലിൽ ബാൻഡേജ് ഇട്ട് കിടക്കുന്ന മകൻ വിനയനെ എഴുന്നേൽപ്പിച്ചു. ആ കാലും വെച്ച് കാട്ടിലൂടെ അച്ഛനും അമ്മയ്ക്കുമൊപ്പം അവൻ ഓടി. കഴിഞ്ഞ ദിവസം പോലും കാട്ടാന ഇറങ്ങിയ കാട്ടിൽ മണിക്കൂറുകളോളം അവർ കഴിച്ചുകൂട്ടി. ഇപ്പോൾ അവരെല്ലാം മേപ്പാടിയിലെ ഹയർ സെക്കൻഡറി സ്കൂൾ ക്യാമ്പിലാണ്.